നമസ്കാരം. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ താങ്കൾ ചെയ്തത് ഒരു രാജ്യദ്രോഹ കുറ്റമാണ്. കാരണം ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതിക്ക് കേരള സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് ഗസറ്റിന് മന്നത്ത് ആചാര്യന്റെ സമാധിയിൽ പുഷ്പചക്രം സമർപ്പിക്കാൻ അനുമതി നൽകാത്തത് ധാർഷ്ട്യവും അഹങ്കാരവും രാജ്യദ്രോഹവും എന്നേ പറയാൻ കഴിയുള്ളൂ. കൂടാതെ അങ്ങ് കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ മുന്നിൽ അപമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. NSSന്റെ കസേരയിൽ കയറി ഇത്രയും നാൾ ഇരുന്നിട്ട് താങ്കൾ നായർ സമുദായത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യം ഹിന്ദുക്കൾ പല കാലങ്ങളായി ചോദിക്കുന്നുണ്ട്. താങ്കൾക്ക് ഓരോ പദവികൾ കിട്ടാൻ വേണ്ടിയാണ് താങ്കൾ അവിടെ കയറി ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് കേന്ദ്ര സർക്കാർ പത്മഭൂഷൺ നൽകിയതോടെ തനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നതിൻ്റെ ഒരു ദേഷ്യവും അഹങ്കാരവും ധാർഷ്ട്യവുമാണ് താങ്കൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് കാണിക്കുന്നത്. ആ ഒരു ദേഷ്യമാണ് താങ്കൾ ഉപരാഷ്ട്രപതിയോടും കാണിച്ചത്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നാലോ ഇനി രാഷ്ട്രപതി ദ്രൗപദി മുർമു വന്നാലോ താങ്കൾ ഇങ്ങനെ തന്നെ കാണിക്കും. അതാണ് താങ്കളുടെ സ്വഭാവത്തിന്റെ കുഴപ്പം. അതാണ് ഇപ്പോൾ എല്ലാ നായർമാരും താങ്കൾക്കെതിരെ തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിൽ നിന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെ NSS വിലക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്നലെ മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വന്നത്. ഉത്തരവാദപ്പെട്ട ആരും അനുമതി തേടിയില്ല എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ പശ്ചാത്തലമുള്ള CP രാധാകൃഷ്ണൻ കൂട്ടത്തിൽ സുരേഷ് ഗോപിയും കൂടി പുഷ്പാർച്ചന നടത്തിയാൽ തെരഞ്ഞെടുപ്പ് അടുത്ത സമയമായതുകൊണ്ട് വിവാദമായേക്കുമെന്ന വിലയിരുത്തലാണ് വിലക്കിന് പിന്നിലെന്ന സൂചനയും ഇപ്പോഴുണ്ട്. ഉപരാഷ്ട്രപതിയെ വിലക്കിയാൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ സുരക്ഷയും യാത്രാ ക്രമീകരണങ്ങളും സംബന്ധിച്ച ഔദ്യോഗിക ചട്ടങ്ങളെയാണ് ബ്ലൂ ബുക്ക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ബ്ലൂ ബുക്ക് പ്രോട്ടോകോൾ അനുസരിച്ച് ഉപരാഷ്ട്രപതിയുടെ സന്ദർശന വേളകളിൽ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ, അതോടൊപ്പം തന്നെ വാഹനവ്യൂഹം, താമസ സൗകര്യം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ ഇന്റലിജൻസ് ബ്യൂറോയാണ് ഈ മാർഗരേഖ തയ്യാറാക്കുന്നത്. ഉപരാഷ്ട്രപതി സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്ന ബ്ലൂ ബുക്ക് പ്രോട്ടോകോൾ പ്രകാരമുള്ള സുരക്ഷ ഉറപ്പാക്കേണ്ടത് അതാത് സംസ്ഥാന പോലീസിന്റെ ചുമതലയാണ്. ഭരണഘടനാ പദവികൾ വഹിക്കുന്നവരുടെ സുരക്ഷാ പ്രോട്ടോകോളുകളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ ഗൗരവകരമാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ബ്ലൂ ബുക്ക് ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടോ എന്ന് പരിശോധിക്കാറുണ്ട്. ഭാരതത്തിന്റെ രണ്ടാമത്തെ ഉയർന്ന ഭരണഘടനാ പദവി അലങ്കരിക്കുന്നതും CRPF കമാൻഡുകളുടെ Z+ സുരക്ഷയുമുള്ളതുമായ ഉപരാഷ്ട്രപതിക്ക് ഒരിടത്ത് പ്രവേശനം നിഷേധിക്കപ്പെട്ടാൽ അത് വെറുമൊരു തടസ്സപ്പെടുത്തലല്ല, മറിച്ച് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയും പ്രോട്ടോകോൾ ലംഘനവുമായാണ് കണക്കാക്കപ്പെടുന്നത്. ബ്ലൂ ബുക്ക് പ്രോട്ടോകോൾ പ്രകാരം ഉപരാഷ്ട്രപതിയുടെ സന്ദർശനങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നവയാണ്. പ്രവേശനം നിഷേധിക്കുന്നത് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻസ് സംവിധാനത്തിന്റെ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. VVIP സന്ദർശനത്തിന് ആവശ്യമായ സുരക്ഷയും ഏകോപനവും നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന സർക്കാരോ പ്രാദേശിക അധികാരികളോ ഉത്തരവാദികളായിരിക്കും. സംരക്ഷിത പദവിയുള്ള വ്യക്തിയെ തടസ്സപ്പെടുത്തിയതിന് സ്ഥാപനം നടത്തുന്ന വ്യക്തികൾ നിയമ നടപടികളോ ചോദ്യം ചെയ്യലിനോ നേരിടേണ്ടി വന്നേക്കാം. രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും പോലെ ഉപരാഷ്ട്രപതിയും ഒരു സ്റ്റേറ്റ് ഗസറ്റ്, അതായത് സംസ്ഥാന അതിഥിയാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗികവും അല്ലാത്തതുമായ സന്ദർശനങ്ങൾക്കും ആവശ്യമായ സുരക്ഷയും ക്രമീകരണങ്ങളും ഒരുക്കാൻ അധികാരികൾ ബാധ്യസ്ഥരാണ്. എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയോ പശ്ചിമ ബംഗാൾ ഗവർണറായ CV ആനന്ദബോസിനെയോ വിലക്കിയതുപോലെ ആകില്ല ഉപരാഷ്ട്രപതിയെ വിലക്കിയത് എന്നർത്ഥം. ശിഷ്ടകാലം ജയിലിലെ ചപ്പാത്തി തിന്നാനുള്ള യോഗം NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തന്നെ വരുത്തി വച്ചിട്ടുണ്ട്.